ആറ്റുകാൽ പൊങ്കാലയിൽ ഒപ്പം ചേർന്ന സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരും രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ആശാവർക്കർമാരും പൊങ്കാല അർപ്പിച്ചു. വിശദാംശങ്ങളുമായി ചന്തു എസ് നായർ ചേരുന്നു. നാടും നഗരവും ഭക്തിസാന്ദ്രമായി പതിനായിരങ്ങൾ ലക്ഷങ്ങൾ പൊങ്കാല നിവേദ്യം അർപ്പിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് നടയിലും ശ്രദ്ധേയമാവുകയാണ്. കാരണം കഴിഞ്ഞ 32 ദിവസമായി ആശാ വർക്കർമാർ തങ്ങളുടെ രാപ്പകൽ സമരത്തിലാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഇൻസെന്റീവ് ഉയർത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തുന്ന സമരം ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ചിരിക്കുന്നു. പാർലമെന്റിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന നേതാക്കളും എല്ലാവരും ഇവിടെ എത്തി അവർക്ക് അഭിവാദ്യങ്ങളും പിന്തുണയും അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അവർ പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രതിഷേധത്തിന്റെ ലാഞ്ചന ോടുകൂടി ഭക്തി പുരസ്കാരം ദേവിക്ക് അർപ്പിച്ച് തങ്ങളുടെ നിവേദനങ്ങൾ ദേവിക്ക് കൂടി സമർപ്പിക്കുകയാണ്. അധികാരികളുടെ കണ്ണ് തുറക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആശാവർക്കർമാരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇന്നത്തെ ഈ പൊങ്കാല നിവേദ്യം കാണുന്നത്? ഞാൻ നമ്മുടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ സമരത്തിലിരിക്കുന്ന ആളുകളാണ് ഇവിടെ പൊങ്കാല ഇടുന്നത്. അപ്പോൾ അത് സമരം തന്നെയാണ്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്റെ പിന്തുണയും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സവിശേഷ ദിവസവും അവരെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ആശാ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഈ പൊങ്കാല ഈ ദിവസത്തിൽ ഇവരുടെ ഈ സാന്നിധ്യവും ശ്രദ്ധേയമാവുകയാണ്.